தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் நாளை என் கீதமே எங்கும் உலாவுமே நாளை என் கீதமே எங்கும் உலாவுமே என்றும் விழாவே என் வாழ்விலே சங்கீத மேகம் தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் போகும் பாதை தூரமே வாழும் காலம் கொஞ்சமே ஜீவ சுகம் பெற ராக நதியினில் நீ நீந்தவா போகும் பாதை தூரமே வாழும் காலம் கொஞ்சமே ஜீவ சுகம் பெற ராக நதியினில் நீ நீந்தவா இந்த தேகம் மறைந்தாலும் இசையாய் மலர்வேன் இந்த தேகம் மறைந்தாலும் இசையாய் மலர்வேன் கேளாய் பூமனமே சங்கீத மேகம் தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் உள்ளம் என்னும் ஊரிலே பாடல் என்னும் தேரிலே நாளும் கனவுகள் ராஜபவனிகள் போகின்றதே உள்ளம் என்னும் ஊரிலே பாடல் என்னும் தேரிலே நாளும் கனவுகள் ராஜபவனிகள் போகின்றதே எந்தன் மூச்சும் இந்த பாட்டும் அணையா விளக்கே எந்தன் மூச்சும் இந்த பாட்டும் அணையா விளக்கே கேளாய் பூமனமே சங்கீத மேகம் தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் நாளை என் கீதமே எங்கும் உலாவுமே நாளை என் கீதமே எங்கும் உலாவுமே என்றும் விழாவே என் வாழ்விலே சங்கீத மேகம் தேன் சிந்தும் நேரம் ஆகாயம் பூக்கள் தூவும் காலம் യശിനി ജഡ്ജ്മെന്റ് ഒക്കെ വേണോ ചേച്ചി? ആവശ്യമില്ലല്ലോ. ഗോൾഡൻ മൈക്ക് ഒക്കെ കിട്ടി. എനിക്ക് വേണം എനിക്ക് വേണം. യശ് അടിപൊളിയായിട്ട് പാടി. ഓക്കെ ചോദിക്കാം നമുക്ക്. ചേച്ചി യശ് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ രാജാ സാറിനെ യശും സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ പാട്ടിലൂടെ എനിക്ക് മനസ്സിലായി. എന്ത് ബ്യൂട്ടിഫുൾ സോങ് ആണ്. പിന്നെ ഓർക്കസ്ട്ര പറയാതിരിക്കാൻ വയ്യ. ഫാന്റാസ്റ്റിക്. ഇത്രനായിരുന്നു. നല്ല രസമുണ്ട് മോനെ പാടുന്ന കേൾക്കാൻ. എനിക്ക് ഇതില് 2-3 സജഷൻസ്. ഒരുപാട് തെറ്റെന്ന് പറയില്ല ഞാൻ, കാരണം നന്നായി തന്നെ പാടി. ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ക്ലാരിറ്റി ഓഫ് നോട്ട്സ് ആവാമെന്ന് തോന്നി. ബിക്കോസ് ഈ സസ്റ്റെയിനിൽ ചില സസ്റ്റെയിന് വിടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അങ്ങ് അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന പോലെ ആ ഫിനിഷിങ് എന്താണെന്ന് മനസ്സിലാവണം. ആ ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് പാടുമോന്. സംഗീതമേഘം തേൻ സിന്ദും നേരം ആകായം പൂക്കൾ തൂവും കാലം
ഈ ഫസ്റ്റ് തേൻ സിന്ധും നേരം, ആ നേരമിന്റെ എൻഡിൽ ഉണ്ടായിരുന്നത് എന്താണോ ആ നോട്ട്, അത് ക്ലിയർ ആയിരുന്നില്ല നേരത്തെ പാടുമ്പോൾ. ചിലത് അല്ല, ജസ്റ്റ് ടെല്ലിങ് യു, ആ കുറച്ചുകൂടി അതിനൊരു ഫീൽ വന്നാലേ ആ നോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതർവൈസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ലാസ്റ്റ് പല്ലവിയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതൊരു സൂപ്പർ സെലക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് 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 സന്തോഷം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. ശരത് സർ, ഒരു കാര്യം കൂടി ശരത് സർ, അവിടെ ഒരു പാവം കുട്ടി നിന്നിട്ട് പാടിയിരുന്നു ഒരു ലാലാല. അത് നമ്മുടെ കാർത്തികയാണോ? അതെ, നന്നായിരുന്നു മോളെ. ഓക്കെ. ശരത് സർ, യശേ, Yes, sir. നല്ല പാട്ട്. താങ്ക് യു സോ മച്ച് പാട്ട് നന്നായിട്ട് മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷേ ഈ ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഉദയഗീതം എന്നുള്ള ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, അറിഞ്ഞൂടാ. രാജാ സാറിന്റെ 300ാമത്തെ പടമാണിത്. ഇതിന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ രാജാ സാർ ഇങ്ങനെ നിൽക്കുന്നു, ഉദയഗീതം 300. ഇതായിരുന്നു പരസ്യം. അതിന്റെ നടനുമില്ല, നടിയുമില്ല, ആരുമില്ല. രാജാ സാറിന്റെ തല വെച്ചിട്ട് ഓടിയ പടമാണ്. പിന്നെ നന്നായിട്ട് പാടി. എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ള ഈ നാളെ എൻ ഗീതമേ, അത് നാളെയല്ല, നാളെ. നാളെ. നാളെ എൻ ഗീതമേ. ഓക്കെ സാർ. അനുപല്ലവി, പോകും പാതൈ, ഇത് പാടാമോ? போகும் பாதை தூரமே, வாழும் காலம் கொஞ்சமே, ജീവ സുഖം. അത് വേണ്ട. ജീവ 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 അത് വേണ്ട. ആ പുഷ് വേണ്ട, അതിന്റെ ക്യാരക്ടർ നഷ്ടമാവും. ഓക്കെ സാർ. ജീവസുഖം പെരരായ നദിയിനിൽ നീ നീന്തവാ. മതി. ഓക്കെ സാർ. ജീവ ജീവ. ജീവ വിത്തൗട്ട് ഡൈനാമിക്സ്. ജീവ സുതണ്ടരനാര, അത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ സാർ. അത് പിന്നെ இந்த தேகம் மறைந்தாலும், இந்த தேகம் மறைந்தாலும் இசையாய் மலர்வேன், இந்த தேகம் மலர்வேன், இந்த தேகம் മലർവേൻ, இந்த தேகம் മറൈந்தாലും. ആ ലാസ്റ്റ് നിർത്തുന്നത് കേളായി പൂമനമേ, കേളായി പൂമനമേ. അത്രേ ഉള്ളൂ. അവിടെ നിൽക്കണം കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങണ്ട. മാവേണ്ട പാ, ഒരു തള്ളു ഓക്കെ സാർ. എല്ലാം ഇംഗ്ലീഷിലിട്ട് എഴുതിയിട്ട്. അളിയനോ എന്താണ്? അണയാ വിള. അത് തന്നെ. അളിയനോ? അണയാ വിളക്കെ പാടിയില്ലേ, അതും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ രാജാ സാറിന് ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ, അത് അതിലില്ല. പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ. രാജാ സാർ അറിയണ്ട, ബാക്കിയൊന്നുമില്ല, ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ഈ ഒരു പാട്ട് സെലക്ഷൻ എനിക്ക് കുറേ ഇഷ്ടമായി. വണ്ടർഫുൾ സോങ്. എന്തൊക്കെയാലും യേശ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. താങ്ക് യു സർ. എം ജി സർ. യേശ് കുട്ടാ, യെസ് സാർ. ഞാൻ പെട്ടെന്ന് പറയാം. ഓക്കെ സാർ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. തുടക്കത്തില് തൂവും കാലം, സെക്കൻഡ് ലൈൻ ഓക്കെ സാർ. ചോദിച്ചായിരുന്നു ഇവിടെ? ഇല്ല. ഇല്ല. അപ്പൊ ഒന്ന് പാടിയത്. ആകായം പൂക്കൾ തൂവും കാലം കാലം. പിന്നെ ഇന്ത ദേഹം, യെസ്, അത് കഴിഞ്ഞു. പിന്നെ ആ ഓ മരിനി പാപ്പ അവിടെ നിർത്തുന്നത്. ഓക്കെ സാർ. ഇത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല രസമായിട്ട് പാടി. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. രാജാ സാറിന്റെ ആ BGMs എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുക. പോയില്ല ഇതുവരെ, നിൽക്കുക ഇങ്ങനെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിക്കാനുള്ളൊരു കാര്യം, എത്ര വയസ്സായി? 27. 27 വയസ്സായി. എന്തായാലും ഒരു കല്യാണമൊക്കെ കഴിക്കുമല്ലോ അല്ലേ യശേ? യശ് എന്തായാലും നല്ല പയ്യനാണ്. കാരണം ഒരു വൃത്തികേടുമില്ല, സ്വഭാവമൊന്നുമില്ല. നല്ല കുട്ടിയാണ്. അപ്പൊ അങ്ങനെ നല്ല കുട്ടികളെ കിട്ടാൻ വലിയ പ്രയാസമാണ് ഇക്കാലത്ത്. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട്, കിട്ടാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ കാണും. യഷിന്റെ എന്റെ മോളെ കൊണ്ട് യഷിനെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന കുടുംബങ്ങൾ കാണും. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. യഷിന്റെ ഡിമാൻഡാണ് എന്താണെന്ന് അറിയാം. അതാണ് എനിക്കറിയണ്ടത്. കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാവോ എന്റെ മോളെ യഷിനെ കൊണ്ടൊന്ന് കല്യാണം കഴിപ്പിക്കാൻ? കാണും, ഒരുപാട് പേർക്ക്. നന്നായിട്ട് പാടും. ഒരു സെക്കൻഡ്. നന്നായിട്ട് പാടും, നന്നായിട്ട് എന്താണ് പാചകം ചെയ്യും, എല്ലാം ചെയ്യാൻ തുടക്കും. അത് ഒരു പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാം, അങ്ങനെയുള്ള എല്ലാം ചെയ്യും. കാരണം A to Z ആ കുട്ടിയെ വേദനിപ്പിക്കില്ല. അപ്പൊ യഷിന്റെ ഡിമാൻഡ് എന്താണ്? കുട്ടി എങ്ങനെയായിരിക്കണം? വേഗം പറയണോ എനിക്ക്, കാരണം സമയമില്ല. പ്രേക്ഷകരോട് പറഞ്ഞു അല്ലെ
ഇതുവരെ ഹൈറ്റ് ആരുമില്ല. പറഞ്ഞോ യശ്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. എന്നാലും ഒരു മനസ്സിൽ മനസ്സിന് ആഗ്രഹമാണ് കാണുമല്ലോ. ഒരു പാട്ടുകാരനാണ്. ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഒരു കലാകാരനാണ്. ഒരു കലാകാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോല ഹൃദയനാണ്. ഒരു ലോല ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആശകൾ വിങ്ങി പൊട്ടി Oh my God. ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു പെണ്ണിന് എന്റെ അത്ര ഇത് വേണം, മെലിഞ്ഞിരിക്കണം, ആ മൂക്കൊക്കെ ഇങ്ങനെ നീണ്ടിരിക്കണം. അയ്യോ എന്നാ പിന്നെ ആനയായിരിക്കും നല്ലത്. ഇല്ല, അണ്ണൻ എത്ര വീർപ്പ് മുട്ടിയിട്ടുണ്ടെന്നുള്ളതാ ഞാൻ ആലോചിച്ച് പറയുമ്പോഴേ. അതെ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത് യഷിനൊരു ഒരു ഗും വരാൻ വേണ്ടിട്ടാ പറയുന്നത്. യശിന്റെ ഡിമാൻഡ്സ് പറയൂ കേൾക്കാം. എന്താണ് 3 ഡിമാൻഡ്? കോംപ്ലിമെന്റിങ് ക്വാളിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പേഴ്സൺ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് പരസ്പര ധാരണയിൽ ജീവിക്കണം. അതെ, നമ്മളുടെ ഒരു സ്പേസ് ഒരു റെസ്പെക്ട് ചെയ്യാനും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി. 1 അത്രേ ഉള്ളൂ. കുക്ക് ചെയ്യണോ? നിർബന്ധമില്ല, എനിക്കറിയാം. എന്ത് വേണം? അടുത്തത് പിന്നെ അടുത്ത ഇതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുവോ അതോ? അങ്ങനെയൊന്നും വേണ്ട. കലാവാസന വേണോ? അതും നെസസറി അല്ല. നെസസറി അല്ല. എന്നാലും യഷിന്റെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അതെ, യെസ്. ഓക്കെ, ഇല്ല, അവിടെ ഇരുന്ന് അതൊരു main പ്രാക്ടീസ് criteria. ചെയ്യുമ്പോ കർണക്കുറ്റി ഒരൊറ്റ അടി അത് മാത്രമേ ഉള്ളൂ അല്ലെ ആഗ്രഹം. മെയിൻ ആയിട്ട് അതെ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. പിന്നെ 2 ഉള്ളൂ. നല്ലൊരു ഹ്യൂമൻ ബീങ്, അത്രേ ഉള്ളൂ. ഈശ്വര വിശ്വാസമൊക്കെ വേണം. വേണം, ഈശ്വര വിശ്വാസം വേണം. ഈശ്വര വിശ്വാസം വേണം. യഷേ, Yes, sir. യഷിന് വരും. യശ് നല്ലൊരു കുട്ടി കിട്ടട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു കുട്ടി വരും. അന്ന് എന്നെ വിളിക്കണം കേട്ടോ കല്യാണത്തിന്. 100% sir. യെസ്. ഈ ക്ലിപ്പ് അയച്ച് കാണിക്കും. അപ്പൊ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ കാണുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അമൃത ടിവിയിലേക്ക് കത്തെഴുതാം അല്ലേ? സമീപിക്കുക അമൃത TV സൂപ്പർ സ്റ്റാറിലേക്ക്. മാട്രിമോണി. അതെ. ഓക്കെ, സെറ്റ്. Yes. യശിന്റെ കല്യാണം നടത്തുന്നു നമ്മൾ ഈ സീസൺ തീരുമ്പോഴേക്കും. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് വെക്കാം. Let's go. Yes. ഓക്കെ, MG സർ. 8.9. Thank you. താങ്ക് യു സർ. ശരത് സർ. നല്ലൊരു പെൺകുട്ടിയെ കിട്ടട്ടെ യശ്. Thank you, sir. ഓക്കെ, ചേച്ചി. 8.9. Thank you so much, ma'am. ഓക്കെ, സോ ടോട്ടൽ 17.8. ഓക്കെ, Thank you. യെസ്.